കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ ഒരു പഠന ശിബിരമാണ് സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം വിശ്വാസം എന്നുള്ളതായിരുന്നു. ഈ വിഷയം നമുക്ക് വേണ്ടി ചർച്ച ചെയ്യുവാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് നമുക്ക് ഏവർക്കും സുപരിചിതനായ റവറൻ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛൻ CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായി ശുശ്രൂഷ ചെയ്യുകയാണ്. അച്ഛനെ ഹൃദയപൂർവ്വം ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ എപ്പിസോഡിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ ചോദിക്കാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് മണ്ഡലം സെൻറ് ജൂഡ് സൺഡേ സ്കൂളിലെയും വിളക്കന്നൂർ ക്രിസ്തുരാജ സൺഡേ സ്കൂളിലെയും മത അധ്യാപകരാണ്. നിങ്ങളെയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തിരുന്ന വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ആ വിഷയത്തിൻ്റെ സാരസംഗ്രഹത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം പാംബ്ലാനി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വിഷയങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏത് കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? വിശ്വാസം. വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസത്തെക്കുറിച്ചുള്ള ഈ മതബോധന ഗ്രന്ഥത്തിലെ പ്രബോധനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീരാതിരുന്നത് കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിലേക്ക് കൂടി ആ വിഷയം നമ്മൾ നീട്ടിയത്. നിങ്ങൾ വളരെ പ്രബുദ്ധരായ മതാധ്യാപകരായതുകൊണ്ടാണ് നിങ്ങളുടെ സംശയങ്ങൾ അവസാനിക്കാതിരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. വിശ്വാസത്തെക്കുറിച്ച് ഈ എപ്പിസോഡിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന പ്രേക്ഷകരുടെയും കൂടി ശ്രദ്ധയ്ക്കായിട്ട് വിശ്വാസത്തെക്കുറിച്ച് സാർവത്രിക മതബോധന ഗ്രന്ഥം നൽകുന്ന ചിന്തകളെ ഈ എപ്പിസോഡിൽ ചുരുക്കി ഞാനൊന്ന് പ്രതിപാദിക്കാം. നമ്മുടെ സംശയങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി അവതരിപ്പിക്കുകയാണ്. ഒന്നാമതായി, വിശ്വാസം എന്ന് പറയുന്നത് ദൈവീക വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് എന്ന് പറയും, അല്ലേ? ദൈവം വെളിപ്പെടുത്തുന്നു, വെളിപ്പെടുത്തുന്ന ദൈവത്തെ നാം സ്വീകരിക്കുന്നു. അതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന് രണ്ട് മാനങ്ങളുണ്ട് എന്ന് നാം വിശദീകരിച്ചു. ഒന്ന്, ആ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, ദൈവം എന്താണോ വെളിപ്പെടുത്തിയത് അതിനെ നമ്മൾ സ്വീകരിക്കണം. മറ്റൊന്ന്, ഈ വിശ്വാസത്തിൻ്റെ അധിനാഥനായ ദൈവത്തെ, അതായത് ഈ വെളിപാട് തരുന്ന ദൈവത്തെ. നമ്മളൊരു കാര്യം വിശ്വസിക്കുന്നത് എപ്പോഴാണ്? അത് പറയുന്നയാൾക്ക് ആധികാരികത ഉള്ളപ്പോഴാണ് അത് നമ്മൾ വിശ്വസിക്കുക. ഇന്ന് സൺഡേ സ്കൂളില്ല എന്ന് പള്ളിയിൽ വികാരിച്ചം വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും, ഇല്ലേ? അതേസമയം നിങ്ങൾ വരുന്ന വഴിക്ക് അങ്ങാടിയിൽ നിന്നൊരു ചേട്ടൻ പറഞ്ഞു ഇന്ന് സൺഡേ സ്കൂളില്ല, നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുമോ? ഇല്ല. കാരണം അത് പറയുന്ന വ്യക്തിയുടെ ആധികാരികത പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അല്ലേ? അപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക, അതുപോലെ ദൈവം പറഞ്ഞവയിൽ വിശ്വസിക്കുക. ഇത് രണ്ടും വിശ്വാസത്തിൽ ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മൾ എന്തിനെയാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. മൂന്നാമതായി നാം മനസ്സിലാക്കിയ സത്യം, വിശ്വാസം സഭാത്മകമാണ്. നാം ഓരോരുത്തരും നമുക്ക് തോന്നിയ ഓരോരോ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് 1-ാം നൂറ്റാണ്ടിൽ ഈശോമിശിഹായെ കാണുകയും കേൾക്കുകയും ചെയ്ത അപ്പസ്തോലന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതുമാണ് പിൽക്കാല തലമുറയിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒറ്റപ്പെട്ട വിശ്വാസമല്ല. 21-ാം നൂറ്റാണ്ടിലെ വിശ്വാസത്തിന് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസത്തോട് ബന്ധമുണ്ട്, ഇല്ലേ? അതുപോലെ നമ്മൾ ഈ കേരളത്തിലിരുന്ന് വിശ്വസിക്കുന്ന കത്തോലിക്ക വിശ്വാസത്തിന് ആഫ്രിക്കയിലെ വിശ്വാസികളുടെ വിശ്വാസവുമായിട്ട് പൊരുത്തമുണ്ട്, യൂറോപ്പിലെ വിശ്വാസികളുടെ വിശ്വാസവുമായി പൊരുത്തമുണ്ട്. അപ്പോൾ
കാലദേശങ്ങൾക്കതീതമായി വിശ്വാസത്തെ നാം സ്വീകരിക്കുന്നത് തിരുസഭയിലൂടെയാണ്. സഭയിലൂടെയാണ് നാം വിശ്വാസത്തിൽ വളരുക. വിശ്വാസത്തെ നാം സ്വീകരിക്കുന്നത്, വളർത്തുന്നത്, കാലദേശങ്ങൾക്കതീതമായി വിശ്വാസത്തെ നമുക്ക് സംലഭ്യമാക്കുന്നത് സഭയാണ് എന്നുള്ളത്. ഇനി വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ബൈബിളിലൂടെയാണ്, അല്ലേ? ലിഖിത രൂപത്തിലുള്ള വചനത്തിലൂടെ, സഭയുടെ നാളിതുവരെയുള്ള പാരമ്പര്യത്തിലൂടെയാണ് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഏതാണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ, തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നതെല്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിലെ ഏറ്റവും തെറ്റില്ലാത്ത വഴി. വേറെ ആരെങ്കിലും പഠിപ്പിക്കുന്നത് കേട്ടാൽ നമ്മൾക്ക് തെറ്റിപ്പോയെന്നിരിക്കും, ഇല്ലേ? നമ്മൾ തന്നെ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടിയാൽ അത് വിശ്വാസത്തിൽ തെറ്റിപ്പോയെന്നിരിക്കും. അതുകൊണ്ടാണ് സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് പുണ്യം പറഞ്ഞു, വിശ്വാസത്തിൻ്റെ ശരി എന്ന് പറയുന്ന ഏതാണ്? തിരുസഭയിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസത്തെ കലർപ്പില്ലാതെ, കളങ്കമില്ലാതെ നാം സ്വീകരിക്കുമ്പോൾ നാം ശരിയായ വിശ്വാസത്തിൻ്റെ ഉടമകളാകും. അവസാനമായി ഈ ഗ്രന്ഥം പറഞ്ഞു തരുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ആത്യന്തികമായി എന്താണ്? നിത്യരക്ഷയെ ലക്ഷ്യമാക്കിയുള്ളൂ. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ളതാണ് വിശ്വാസം. തീർച്ചയായും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഉന്നയിക്കുകയുണ്ടായി. വിശ്വാസവും രക്ഷയും തമ്മിൽ വീണ്ടും നമ്മൾ ചോദ്യങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങളെ നിങ്ങൾ ഒരിക്കൽ കൂടി ക്രോഡീകരിക്കാവുന്നതാണ്. ചർച്ചകളിലേക്ക് ഉള്ള വഴി ഇവിടെ തുറക്കപ്പെടുന്നു. ഇനി ആരാണ് അച്ഛനോട് ചോദ്യം ചോദിക്കുന്നത്? അച്ഛാ, വിശ്വാസത്തിൻ്റെ ആഴമേറിയ മൂല്യത്തെക്കുറിച്ച് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് മതാധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് കൂടുതലായി എന്ത് പകർന്നു നൽകാൻ സാധിക്കും? വിളക്കന്നൂർ സൺഡേ സ്കൂളിലെ മതാധ്യാപികയാണ് അനിത ടീച്ചർ. അനിത ടീച്ചറാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മതാധ്യാപകർക്ക് ഈ കാലഘട്ടത്തിൽ കുട്ടികളോട് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ടീച്ചർ ചോദിച്ചിരിക്കുന്നത്. ടീച്ചർ, സാലി ടീച്ചറിന് എന്താണ് സംശയം? സാലി ടീച്ചർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണോ? ചോദിക്കൂ. സഭയോട് ചേർന്ന് നിൽക്കുന്നവരും മാമോദിസ സ്വീകരിച്ചവരുമായവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എന്ത് ചെയ്യണം? പ്രാക്ടിക്കലായ ഒരു ചോദ്യമാണ് തീർച്ചയായും. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം പറയുക വളരെ ദുഷ്കരമാണ്. ഓരോ സാഹചര്യത്തിലും അതിൻ്റെ ഉത്തരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും പൊതുവായി വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവായി നമുക്ക് പറയാവുന്നത് ദൈവിക വെളിപാടിനോടുള്ള പ്രത്യുത്തരമാണല്ലോ വിശ്വാസം, അല്ലേ? അപ്പോൾ വെളിപാടിൻ്റെ ലിഖിത രൂപമായ വിശുദ്ധ ബൈബിൾ വായിക്കുക. ബൈബിൾ വായിക്കാതെ ഒരു വ്യക്തിക്കും വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റിയല്ല. കാരണം എന്താ? വെളിപാടിനോട് പ്രതികരിക്കുന്നതാണ് വിശ്വാസമെങ്കിൽ വെളിപാടിൻ്റെ രൂപമായ വിശുദ്ധ ബൈബിൾ തീർച്ചയായും എല്ലാവരും വായിക്കണം. അപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വിശുദ്ധ ബൈബിൾ ആഴത്തിൽ പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക, വിശുദ്ധ ഗ്രന്ഥം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സഹായകമായ പഠന പരിപാടികളിൽ ചേരുക. ഇതൊക്കെ വിശ്വാസം വളർത്താൻ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മതാധ്യാപകരായവർ ദൈവവചനം പഠിപ്പിക്കുന്നവരായതുകൊണ്ട് വളരെ ആഴത്തിൽ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമതായി, വിശ്വാസത്തെ നമുക്ക് കൈമാറി തരുന്നത് ആരാണ്? തിരുസഭയാണ്, അല്ലേ? രണ്ടാമത്തെ മാർഗം അതാണ്. വിശ്വാസത്തിൽ വളരാൻ സഭയോട് ചേർന്ന് നിൽക്കും. സഭ നൽകുന്ന കൂദാശകൾ, സഭ നൽകുന്ന പ്രബോധനങ്ങൾ, സഭയുടെ പ്രമാണങ്ങൾ, ഇവ അനുസരിച്ചുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തി വിശ്വാസത്തിൽ ആഴപ്പെടുന്നു. മൂന്നാമതായി വിശ്വാസത്തിൽ വളരാനുള്ള വഴി വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. അതായത് നാം അറിഞ്ഞ ഒരു കാര്യം നമ്മളിൽ ഒതുക്കി വയ്ക്കാതെ മറ്റൊരാളോട് ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ
ആ വ്യക്തിയെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കും. വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെടുന്നു, വിശ്വാസത്തെ വളർത്തുന്നു. അവസാനമായി, ദൈവം മക്കളാണ് എല്ലാ മനുഷ്യരും, അല്ലേ? അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ കേന്ദ്രമാണ്. ദൈവം പിതാവും മനുഷ്യൻ മക്കളുമാണ്. അപ്പോൾ ഈ ഭൂമിയിലെ മനുഷ്യരുടെ കഷ്ടതകൾ, വേദനകൾ, അവയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോൾ, ജീവകാരുണ്യപരമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, പരസഹായ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ വീണ്ടും നാം വിശ്വാസത്തിൽ ആഴപ്പെടുകയാണ്. അപ്പോൾ വിശ്വാസത്തിൽ വളരാൻ ഉള്ള 4 വഴികളാണ് ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞത്. ദൈവവചനം ആഴത്തിൽ പഠിക്കുക, സഭയോട് ചേർന്ന് ജീവിക്കുക, സാക്ഷ്യ ജീവിതം നയിക്കുക, ജീവകാരുണ്യ പ്രവർത്തികളിൽ പങ്കുചേരുക. തീർച്ചയായും അച്ഛൻ പറഞ്ഞത് വളരെ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മത അധ്യാപകർ എന്ന നിലയിൽ തീർച്ചയായും യഥാർത്ഥത്തിൽ ഒരു മിഷണറി ജീവിതം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുമ്പിൽ നമ്മളത് തികഞ്ഞ ബോധ്യത്തോടുകൂടെ ഈ വിശ്വാസ ഒരു പരിശീലന പ്രക്രിയയായിട്ട് അവതരിപ്പിക്കണമെന്നുള്ളതാണ്. തീർച്ചയായും അച്ഛനോടും ഇതൊരു പരിശീലനം എന്നാണല്ലോ തീർച്ചയായും ഇവർ പറയുന്നത്. അതിനെ എങ്ങനെയാണ് ഒരു പരിശീലനത്തിൻ്റെ ഒരു സാധ്യതയിൽ എങ്ങനെയാണെന്നാണ് ഇവർക്ക് കുറച്ചും കൂടെ ഒരു മതാധ്യാപകർക്ക് ഈ പറഞ്ഞ 4 കാര്യങ്ങളും മതാധ്യാപകരുടെ ജീവിതത്തിലും വേണം. പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം, അത് കൂടുതൽ ആഴത്തിൽ പഠിക്കുക. അതുപോലെ ഒരു മതാധ്യാപകൻ്റെ വാക്കുകളെക്കാളും കൂടുതൽ സംസാരിക്കുന്നത് മതാധ്യാപകൻ്റെ ജീവിതമാണ്, അല്ലേ? സഭാപിതാക്കന്മാരുടെ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്, നിന്റെ പ്രവർത്തികളുടെ ദുർമാതൃക നിമിത്തം നിന്റെ വാക്കുകൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഐ കനോട്ട് ഹിയർ യു ബിക്കോസ് ഓഫ് യുവർ ലൈഫ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ വാക്കുകളെക്കാളും കൂടുതൽ ശക്തിയിൽ സംസാരിക്കുന്ന ഏതാണ്? നമ്മുടെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി ക്രിസ്തീയ വിശ്വാസത്തിനും ഈശോയുടെ പ്രബോധനങ്ങൾക്കും നിരക്കാത്തതാണ് എങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നതിന് വില കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് മതാധ്യാപകൻ്റെ ജീവിതം സുവിശേഷത്തിൻ്റെ സാക്ഷ്യ ജീവിതം തന്നെ ആകുക എന്നുള്ളതാണ് മതബോധനത്തിൻ്റെ ഏറ്റവും ക്രിയാത്മകമായ വശം. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? സിസ്റ്ററാണ് ചോദിക്കുന്നത്. മണ്ഡലം സൺഡേ സ്കൂളിലെ മതാധ്യാപികയാണ് സിസ്റ്റർ ആൻസി. ചോദിക്കൂ സിസ്റ്റർ. അച്ഛാ, ഇന്നും ക്രൈസ്തവർ പോലും അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങുന്നുണ്ട്. യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ അവർക്ക് ശരിയായ അറിവ് കൊടുക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? യെസ്, അന്ധവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ധവിശ്വാസങ്ങൾ 2 തരത്തിലുണ്ടാകാം. ഒന്ന്, അറിവില്ലായ്മയിലൂടെ സംഭവിക്കുന്ന അബദ്ധങ്ങളുണ്ട്. അറിവില്ലായ്മ അന്ധവിശ്വാസത്തിന് കാരണമാകാം. മറ്റൊന്ന്, വിശ്വാസം ഒരു ദൈവീക പ്രവൃത്തിയാകയാൽ ഒരു മനുഷ്യ വ്യക്തിയെ സത്യവിശ്വാസത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളത് ദൈവത്തിൻ്റെ ശത്രുവായ സാത്താൻ്റെ താല്പര്യമുണ്ട്, അല്ലേ? അതുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ പിന്നിൽ ഈ 2 കാരണങ്ങളുണ്ടാകും. ഒന്ന്, ആ വ്യക്തിയുടെ അറിവില്ലായ്മ. എനിക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയാൻ പാടില്ല, അതുകൊണ്ട് ഈശോ ഏക രക്ഷകനാണ്, മാതാവും രക്ഷകയാണ് എന്ന് ഞാൻ വിശ്വസിച്ചു, അതുപോലെ അൽഫോൻസാമയും രക്ഷകയാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ അറിവില്ലായ്മ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കാം. അത് ഒരു വഴി. അത് സിസ്റ്റർ പറഞ്ഞതുപോലെ ശരിയായ ബോധവൽക്കരണത്തിലൂടെ അതിനെ അതിജീവിക്കാൻ കഴിയും. നിങ്ങൾ മതാധ്യാപകർ കുഞ്ഞുങ്ങളെ ആ ബോധവൽക്കരണം നടത്തി ശരിയായ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ മറ്റൊരു വഴിയും കൂടിയുണ്ട്. സത്യവിശ്വാസത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ സത്യവിശ്വാസമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില അന്ധവിശ്വാസങ്ങളെ അതിൻ്റെ കൂടെ വളർത്തി മനുഷ്യനിൽ അബദ്ധം ജനിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ചിലരെഴുതും, ഇതാ ഈ നോട്ടീസിൻ്റെ 100 കോപ്പി പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക, ഇല്ലേ? ഇല്ലെങ്കിൽ മാതാവിൻ്റെ അത്ഭുതം, ഈ നോട്ടീസ് കിട്ടിയിട്ടത് അവഗണിച്ച് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചിരിക്കുന്നു. വേളാങ്കണ്ണിയിൽ ഒരു മനുഷ്യൻ ഇത് 100 കോപ്പി അച്ചടിച്ചു കൊടുത്തു, അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ അവന് ലോട്ടറി അടിച്ചിരിക്കുന്നു.
ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള അത്ഭുതങ്ങൾ വിവരിക്കുന്ന കുറേ നോട്ടീസുകൾ നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഇത് കൊടുത്തില്ല എങ്കിൽ മനുഷ്യർക്ക് അങ്കലാപ്പുവാദിയാണ്. ദൈവമേ, ഇത് കൊടുത്തില്ല എങ്കിൽ മാതാവ് വല്ല ബുൾഡോസർ കൊണ്ടുവന്ന് എന്നെ ഇടിപ്പിച്ച് കൊല്ലുവോ? ഇതാണ് നമ്മുടെ പേടി. ഇത് അന്ധവിശ്വാസമാണ്. പക്ഷെ ഈ അന്ധവിശ്വാസം ഒരുപക്ഷെ മാതാവിനോടുള്ള ഭക്തിയെ ചൂഷണം ചെയ്യുന്ന ഒരു അറിവില്ലായ്മയാകാം. അതേസമയം ഇതൊരു പൈശാചിക പ്രവൃത്തിയുമാകാം. കാരണം എന്താണ്? സത്യവിശ്വാസത്തിൽ നിന്ന് ഒരു വ്യക്തിയെ സത്യവിശ്വാസത്തോട് സാമ്യമുള്ളത് എന്ന് തോന്നിക്കുന്ന ഒരബദ്ധ വഴിയിലൂടെ വഴിതെറ്റിക്കും. അത് ഈ രണ്ട് മാനങ്ങളും ഈ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് നാം തിരിച്ചറിയും. നമ്മുടെ പല അന്ധവിശ്വാസങ്ങളും പിശാചിനെ കുറിച്ച് തന്നെയുള്ളതാണ്, അല്ലേ? പിശാച് അതാണ് ഇതാണ്, രാത്രിയിൽ രഥം പോലെ വീട്ടിൻ്റെ മണ്ടേ കിടപ്പുന്നുണ്ട്, അല്ലേ ഇവിടെ ഒരു ബാധയുണ്ട്, പണ്ട് ഇവിടെ ഇന്ന സാധനം ഉണ്ടായിരുന്നതാണ്, അതിൻ്റേതാണ്, ഇവിടെ ഒരു പാമ്പിനെ കണ്ടു എന്നൊക്കെ പറയുന്ന കുറേ അന്ധവിശ്വാസങ്ങൾ നമുക്കുണ്ട്. അറിയുക, തൻ്റെ കുരിശുമരണത്തിലൂടെ ഈശോ മിശിഹ ഈ ഭൂമിയിൽ പിശാചിനെ പരാജയപ്പെടുത്തി. ഈ ഭൂമി ഇനിമേൽ ദൈവപുത്രൻ്റെ അധികാര പരിധിയിലാണ്. ആ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. എന്തിനും ഏതിൻ്റെയും പിന്നെ പിശാച് 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 എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുന്നത് മറ്റൊരു അന്ധവിശ്വാസമാണ് എന്ന് തിരിച്ചറിയുകയും വേണം. തീർച്ചയായും വളരെ നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അച്ഛൻ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അന്ധവിശ്വാസത്തെ സത്യവിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളോട് തീർച്ചയായും നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു നല്ല ഒരു വിഷയമാണ്. തുടർന്ന് നമുക്ക് ഈ ചർച്ചകൾ കണ്ടിന്യൂ ചെയ്യാം. ഇനിയും ആരാണ് ചോദ്യം ചോദിക്കുന്നത്? ടീച്ചർ. അച്ഛാ, നമ്മുടെ സഭാ സമൂഹത്തിൽ ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ കാണാം. പക്ഷെ അവരുടെ സഭാ ജീവിതത്തിൽ അതിനോട് അവർക്ക് താല്പര്യം കാണുന്നില്ല. അച്ഛന് ഈ കാര്യത്തിൽ എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത്? ജെസി ടീച്ചർ വിളക്കന്നൂർ സൺഡേ സ്കൂളിലെ മതാധ്യാപികയാണ്. വളരെ പ്രാക്ടിക്കലായ ഒരു ചോദ്യം ഈ വർഷവുമായി, കാരുണ്യ വർഷവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ചോദിച്ചിരിക്കുകയാണ്. തീർച്ചയായും അച്ഛൻ അതിൻ്റെ ഉത്തരം നൽകുമല്ലോ. യെസ്, കാരുണ്യവർഷം കഴിഞ്ഞു പോയെങ്കിലും കാരുണ്യവർഷത്തിലെ ഈ ചോദ്യം പ്രസക്തമായ ചോദ്യം തന്നെ. അതായത് ചിലർ ജീവകാരുണ്യ പ്രവർത്തികൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഉടുപ്പില്ലാത്തവർക്ക് ഉടുപ്പ് കൊടുക്കുന്നു. യെസ്, ഇങ്ങനെ ഒത്തിരി ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇത്രയും ജീവകാരുണ്യ പ്രവർത്തികൾ മാത്രം ചെയ്താൽ ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുമായിരുന്നു എങ്കിൽ ഈശോ മിശിഹ കുരിശിലേറേണ്ട വല്ലോ കാര്യമുണ്ടായിരുന്നു, ഇല്ലേ? മനുഷ്യകുലത്തിൻ്റെ രക്ഷ കേവലം വീട് വെച്ച് കൊടുത്താൽ സാധിക്കുമായിരുന്നോ? ഉടുപ്പ് കൊടുത്താൽ സാധിക്കുമായിരുന്നോ? തീറ്റ കൊടുത്താൽ സാധിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും അവിടുത്തെ കുരിശുമരണവും ഉത്ഥാനവും അടങ്ങുന്ന ക്രിസ്തു സംഭവം കൂടിയേ തീരൂ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വഴിയിലെ ജീവകാരുണ്യ പ്രവൃത്തികൾക്ക് അർത്ഥമുണ്ട്. അത് ഞാൻ നിഷേധിക്കുകയല്ല. മറിച്ച് വിശ്വാസം, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു വ്യക്തി ജീവകാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴാണ് ആ ജീവകാരുണ്യ പ്രവൃത്തി രക്ഷാകരമായി തീരുന്നത്. ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവർ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്നവർ കാണും. അതല്ല എങ്കിൽ സർക്കാരിൽ നിന്ന് വലിയ ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കാൻ വേണ്ടി ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ടാകാം. അതല്ല എങ്കിൽ വിദേശ സഹായങ്ങൾക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവൃത്തി നടത്തുന്നവരുണ്ടാകും. ജീവകാരുണ്യ പ്രവൃത്തി നടത്തുന്ന ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ജീവകാരുണ്യ പ്രവൃത്തികൾ നടത്തുന്നവരുടെ ഉദ്ദേശ്യം വ്യക്തമാക്കണം. മദർ തെരേസ പറഞ്ഞു, വേദനിക്കുന്ന ഓരോ മനുഷ്യനിലും ഒരു കുഷ്ഠരോഗിയിലും ഞാൻ ഈശോയുടെ തിരുമുഖം കാണുന്നു. കുഷ്ഠരോഗിയുടെ മുറിവ് ഞാൻ കഴുകുമ്പോൾ ഈശോയുടെ തിരുമുറിവുകളെയാണ് ഞാൻ കഴുകി ചുംബിക്കുന്നത്. അത് ക്രിസ്തു സംഭവവും ജീവകാരുണ്യ പ്രവൃത്തിയും തമ്മിൽ ഒന്നിപ്പിച്ച പ്രവൃത്തിയാണ് മദർ തെരേസ ചെയ്തത്. അത്തരം പ്രവൃത്തികൾ തീർച്ചയായും രക്ഷാകരമാണ്. അതേസമയം യേശുവിനെ നിഷേധിച്ച്, യേശുവിൻ്റെ കുരിശിലെ ബലിയെ നിഷേധിച്ച്
അവിടുത്തെ തുടർച്ചയായ സഭയെ അവഗണിച്ചുകൊണ്ട് ഒരു വ്യക്തി ജീവകാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു എങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസം പൂർണ്ണതയില്ലാത്ത വിശ്വാസമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം എന്താ? വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഈശോമിശിഹായും അവിടുത്തെ തിരുസഭയുമാണ്. അതിനെ അംഗീകരിക്കാതെ ഒരു വ്യക്തി ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അത്രയാൾ ചെയ്യുന്നുണ്ടല്ലോ, നല്ല കാര്യം, അതിനെ നമ്മൾ കുറ്റം വിധിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ആ പ്രവൃത്തിയിൽ, ആ കാഴ്ചപ്പാടിൽ ഒരപൂർണതയുണ്ട്. കാരണം രക്ഷയുടെ ഏക വഴിയായ ഈശോമിശിഹായെയും അവിടുത്തെ തുടർച്ചയായ സഭയെയും ആ വ്യക്തി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം പ്രവൃത്തികൾ വിശ്വാസത്തിൻ്റെ വഴിയിലെ അപൂർണ പ്രവൃത്തികളാണ് എന്ന് പറയും. ഓക്കെ അച്ഛാ, ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? മണ്ഡല സൺഡേ സ്കൂളിലെ മതാധ്യാപിക സോണിഷ ടീച്ചറാണ് ചോദിക്കുന്നത്. ടീച്ചർ ചോദിക്കൂ. അച്ഛ, കത്തോലിക്ക സഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തി ആ വിശ്വാസത്തിൽ നിന്ന് മാറി മറ്റൊരു ക്രൈസ്തവ സഭയിലേക്ക് മാറുമ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസത്തിൽ എന്താണ് സംഭവിക്കുക? ഓക്കെ, അതായത് കത്തോലിക്ക സഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തി കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു പുതിയ സെക്റ്റിലേക്കോ വിഘടിത ഗ്രൂപ്പിലേക്കോ ഒക്കെ പോയാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ കാലത്ത് പുറപ്പെടുവിച്ച ഒരു പ്രബോധന രേഖയുണ്ട്. ഡോമിനൂസ് യേസൂസ്, കർത്താവായ ഈശോ എന്നാണ് ആ രേഖയുടെ പേര്. ഈ രേഖയിൽ പറയുന്നുണ്ട്, രക്ഷയുടെ വഴിയിൽ ശുദ്ധമാന കത്തോലിക്ക സഭയ്ക്ക് നിർണായകമായൊരു പങ്കുണ്ട്. രക്ഷയുടെ വഴിയിൽ ഈശോമിശിഹാ സ്ഥാപിച്ച സഭ എന്ന നിലയിൽ ഇതര ക്രൈസ്തവ കൂട്ടായ്മകളിലുള്ളവർ രക്ഷയുടെ വഴിയിൽ ഉറപ്പായും നീങ്ങുന്നു എന്ന് പറയണം എങ്കിൽ അവർ ഈ സഭയോട് ബന്ധപ്പെട്ട് ജീവിക്കണം എന്നാണ് ഈ പ്രബോധന രേഖയിൽ പറയുന്നത്. അതായത് ചുരുങ്ങിയ അല്പം കൂടി ലളിതമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചാൽ, ഇതര സെക്റ്റുകളിലേക്ക് കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് കടന്നു പോയവർ രക്ഷ പ്രാപിക്കണം എന്നുണ്ട് എങ്കിൽ അവർ ആ സെക്റ്റുകളിലെ വിശ്വാസം ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരണം. എങ്കിൽ മാത്രമേ അവരുടെ രക്ഷ ഉറപ്പാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. നന്ദി അച്ഛാ. ഈ ചർച്ചയിലെ നമ്മുടെ അവസാനത്തെ ചോദ്യം സാറ് ചോദിക്കൂ. നമ്മുടെ മണ്ഡലം സൺഡേ സ്കൂളിലെ മതാധ്യാപകനാണ് ക്ലിൻഡൻ സാർ. സാർ ചോദിക്കൂ. അച്ഛാ, ഒരു വ്യക്തി ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നത് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ടാണല്ലോ. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വ്യക്തികളെ ദൈവം അത് അനുവദിച്ചു കൊടുക്കുന്നതാണോ? ക്ലിൻഡൻ വളരെ ബുദ്ധിപൂർവമായൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ക്ലിൻഡന് എങ്ങനെയാ പേര് കിട്ടിയത്? പുള്ളി പ്രസിഡൻ്റായ കാലത്ത് ജനിച്ചതുകൊണ്ടായിരിക്കും, അല്ലേ? അതെ. ഓ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഒരു അമേരിക്കൻ ഫാൻസ് ആയിരുന്നു ക്ലിൻഡൻ്റെ പേരൻസ് എന്ന് മനസ്സിലാകും. എങ്കിലും അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. യെസ്, ക്ലിൻഡൻ സാർ ചോദിച്ച ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം, ഇല്ലേ? ദൈവം ദാനമായി തരുന്നു. എന്നിട്ട് അങ്ങനെയെങ്കിൽ ചിലർക്ക് ദൈവം ദാനം കൊടുത്തു, വേറെ ചിലർക്ക് ദാനം കിട്ടിയില്ല, അതുകൊണ്ട് അവർക്ക് വിശ്വാസിയാകാൻ പറ്റിയില്ല. അതല്ലേ അടിസ്ഥാന പ്രശ്നം എന്ന് ഓർക്കുക. വിശ്വാസം ദൈവം ദാനമായി നൽകുന്നത് ദൈവം എല്ലാ മനുഷ്യർക്കും നൽകുന്നുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ എങ്ങനെ വിജാതീയർ അല്ലെങ്കിൽ ഇതര മതസ്ഥർ ദൈവത്തിൻ്റെ രക്ഷയെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, എല്ലാവരുടെയും സൃഷ്ടാവ് ദൈവമാണ്, അല്ലേ? തൻ്റെ തന്നെ സൃഷ്ടിയെ ഓർത്തുകൊണ്ട്, താൻ സൃഷ്ടിക്കപ്പെട്ടതിനെ ഓർത്തുകൊണ്ട്, തൻ്റെ ചുറ്റുമുള്ള സൃഷ്ടവസ്തുക്കളെ നോക്കിക്കൊണ്ട് ഏതൊരു മനുഷ്യ വ്യക്തിക്കും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ഉയരാൻ കഴിയും എന്നാണ് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക. അതായത് ദൈവം എല്ലാ മനുഷ്യർക്കും ഈ വെളിപാട് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, സൂര്യപ്രകാശത്തിലാണ് എല്ലാവരും. പക്ഷേ ഈ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ കണ്ണും അടച്ചു പിടിച്ചേച്ച് പറയുകയാണ്, അയ്യോ
ഇവിടെ മുഴുവൻ ഇരുട്ടാണ്, ഇവിടെയൊന്നും ഒരു വെളിച്ചവും ഇല്ല, ഇത് ആരാണ് ഈ കെട്ടിടത്തിൻ്റെ ഉടമ, ഇവിടെയെങ്ങും വെളിച്ചവും ഇല്ല, ആകെ അസ്വസ്ഥതയാണ്. പ്രശ്നം ആരിലാണ്? എന്നിലാണ്. ദൈവം വെളിപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം, ദൈവം ദാനമായി തന്നു എന്നതുകൊണ്ട് മാത്രം ആരും വിശ്വാസിയാകുന്നില്ല. കണ്ണു തുറന്ന് ഞാൻ ഈ പ്രകാശത്തിലായിരിക്കാൻ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അതുപോലെ ദൈവദാനമായ വിശ്വാസം സ്വീകരിക്കാനുള്ള സന്നദ്ധത, തുറവി എൻ്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയും. എങ്കിൽ മാത്രമേ ഞാൻ രക്ഷയുടെ വഴിയിൽ സുനിശ്ചിതമായി നടക്കുന്നു എന്ന് പറയാൻ സാധിക്കൂ. താങ്ക് യു അച്ഛ. സി കാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മനോഹരമായ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരുന്നത് വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ വിശ്വാസ ജീവിത സാഹചര്യങ്ങളിൽ അതിനെ വിശകലനം ചെയ്യുന്നതിനുമായി നമ്മോടൊപ്പമായിരുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജോസഫ് പാംപ്ലാനി അച്ഛനാണ്. അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ക്രിയാത്മകമായ ചോദ്യത്തോടെയും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയും വിശ്വാസ പരിശീലനത്തിൽ അത് പ്രാവർത്തികമാക്കണം എന്നുള്ള നല്ല ആഗ്രഹത്തോടെയും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തത് മണ്ഡലം സെൻറ് ജൂഡ് സൺഡേ സ്കൂളിലെ മതാധ്യാപകരും വിളക്കന്നൂർ ക്രിസ്തുരാജ സൺഡേ സ്കൂളിലെ മതാധ്യാപകരുമാണ്. നിങ്ങൾ വളരെ ക്രിയാത്മകമായി ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ സഹകരിച്ചു. നിങ്ങൾക്കും വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകർക്കും തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ തീർച്ചയായും കത്തുകളിലൂടെയും ഇമെയിലിലൂടെയും വാട്സപ്പിലൂടെയും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സി കാറ്റ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സി കാറ്റിൻ്റെ ഈ പഠന ശിബിരത്തിൽ പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.